വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം 2024 വ്ളോഗ്. എൻ്റെ പ്രണയം ഭാഗം 54. അപ്പോഴേക്കും ക്ലബിൻ്റെ കരോൾ പരിപാടി എത്തി. അതിൽ തരുണും എറിക്കും ഹരിയും നവീനും കൂടി ഉണ്ടായിരുന്നു. ഇതിനെ എവിടെ നിന്ന് കിട്ടി? ദേ ഇപ്പോൾ കിട്ടിയതാണ്. കഷ്ടമായിപ്പോയി, കുറച്ച് മുമ്പ് വരായിരുന്നില്ലേ? മനസ്സിലായി, പണിയെടുപ്പിക്കാനല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈകിയത്, നവീൻ പറഞ്ഞു. ദുഷ്ടൻ. അത് കേട്ട് ശ്രദ്ധ പറഞ്ഞു. പിന്നീട് ആഘോഷങ്ങളുടെ തിരക്കായിരുന്നു. പാതിര കുർബാനയ്ക്ക് എല്ലാവരും ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിച്ചു. മുത്തശ്ശിമാർ രണ്ടുപേരും മുത്തച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നടന്ന് പാതിര കുർബാനയ്ക്ക് പോയി. ഒത്തിരി രാത്രിയായതുകൊണ്ട് തന്നെ എല്ലാവരും ഉള്ള സ്ഥലത്ത് കിടക്കാമെന്ന് പറഞ്ഞു. ഹരിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിക്കും മുത്തച്ഛനും എല്ലാം അവരുടെ റൂം വിട്ടുകൊടുത്തു. പിന്നെയുള്ള റൂമുകളിൽ അച്ഛന്മാർ എല്ലാവരും ഒരു റൂമിലും അമ്മമാർ എല്ലാവരും ഒരു റൂമിലും ബാക്കിയുള്ളവരെല്ലാവരും ഹാളിലും മുകളിലുമായി കിടന്നു. പൊന്നു കൂട്ടുകാരുടെ ഒരുമിച്ചാണ് കിടന്നത്. ഹരിയും തരുണും എറിക്കും നവീനും ഒരുമിച്ച് കിടന്നു. ഞാനേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട്, ഡാ ഇവിടെ കിടക്കടാ, നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. തരുൺ എഴുന്നേറ്റ് പോകാൻ പോയതും എറിക്ക് പറഞ്ഞു, എൻ്റെ പെങ്ങള് ഉറങ്ങി, നിന്നെപ്പോലെ തന്നെയല്ലേ ഹരിയും, അതും ദേ ഇപ്പോൾ കല്യാണം കഴിച്ചത്, എറിക്ക് പറഞ്ഞു. അത് നമ്മളെല്ലാവരും ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും, അവൻ്റെ സമയം ഇതല്ല, നവീൻ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നവീൻ, രണ്ടെണ്ണത്തിൻ്റെയും മേലെ കൈയും കാലൊക്കെ ഇട്ടോ, നമ്മളിവിടെ കിടത്തിയിട്ട് രണ്ടെണ്ണം കൂടി കട്ട് തിന്നാൻ പോകണ്ട, എറിക്ക് പറഞ്ഞതും നവീൻ ഹരിയുടെ മേലെ കാലിട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ച് കിടന്നു. നീങ്ങി കിടക്കടാ, പോടവിടുന്ന്, എനിക്കിങ്ങനെ കിടന്നാലേ ഉറക്കം വരൂ എന്ന് പറഞ്ഞ് നവീൻ ഹരിയെ ചേർത്ത് പിടിച്ചു. അതുപോലെ തന്നെ എറിക്കും തരുണിനെ ചേർത്ത് പിടിച്ചു. രാവിലെ നേരത്തെ തന്നെ അമ്മമാരെല്ലാവരും കിച്ചണിൽ പണി തുടങ്ങി. പൊന്നുവും വാണിയും ശ്രദ്ധയും ഐറയും എല്ലാം കൂടിയിട്ടുണ്ട്. പൊന്നുവിൻ്റെ മുത്തശ്ശി പാലപ്പം ഉണ്ടാക്കുന്നു, ഹരിയുടെ മുത്തശ്ശി കള്ളപ്പം ഉണ്ടാക്കുന്നു. രാവിലത്തേക്ക് വേണ്ടിയുള്ള ചിക്കൻ സ്റ്റൂ, ബീഫ് സ്റ്റൂ, അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന തിരക്കുകളിലായിരുന്നു. പിന്നീട് ഉച്ചയ്ക്കുള്ള കറികളും എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 9 മണിയുടെ അടുത്തായി. അപ്പോഴേക്കും പള്ളിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എറിക്കും അപ്പച്ചനും അമ്മച്ചിയും കൂടി പള്ളിയിലേക്ക് പോയി. ബാക്കി എല്ലാവരും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളുമായി കൂടി. ഒരു 12 മണിയോടടുത്ത് അച്ഛന്മാർ എല്ലാവരും കൂടി ജാതിത്തോട്ടത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ അവിടെയാണ് അവർ കൂടുന്നതെന്ന്, ഇപ്പോൾ കാണാം. അതെ, അവർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്, എറിക്ക് പറഞ്ഞു. എന്താ? വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എറിക്ക് കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. കാറിൻ്റെ ഡിക്കി തുറന്നു. അതിൽ നിന്നും വലിയൊരു ബിഗ് ഷോപ്പർ എടുത്തുകൊണ്ടുവന്നു. ഇതെന്താ? അതൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ 2 കുപ്പിയെടുത്ത് തരുണിൻ്റെ കയ്യിൽ കൊടുത്തു. 2 കുപ്പി നവീനും കൊടുത്തു. ഇത് നാടൻ സാധനമാണ്, ഒപ്പിക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി, എന്തായാലും ഇത് നമുക്കുള്ളത്, ബാക്കി ഇതിലുള്ളത് അവർക്ക് കൊടുക്കാം, ക്രിസ്മസ് അല്ലേ, അവരും ആഘോഷിക്കട്ടെ. നീ ഇത് കൊണ്ടുപോയി നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും വെച്ചേക്ക്. അയ്യോ, നമ്മുടെ റൂമിലൊന്നും വേണ്ട, പരിശോധനയുണ്ടാവും, എറിക്ക് പറഞ്ഞു. ആര്? ഇവിടെ 4 വാനരത്തികളില്ലേ, അവർക്കുള്ള വൈനെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവൾമാർക്ക് വൈനൊന്നും പിടിക്കില്ല. മുൻപരിചയമുണ്ടല്ലേ? ഉണ്ട്, എറിക്കും തരുണും ഒരുപോലെ പറഞ്ഞു. നമുക്കാദ്യം അച്ഛന്മാർ എന്തെടുക്കുകയാണെന്ന് പതിയെ നോക്കിയിട്ട് വരാം. വഴക്ക് പറയുമ്പോൾ ഇതെങ്ങനെ എടുത്തു കൊടുത്താൽ മതിയല്ലോ, ഇത് തരാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എന്നിട്ട് വല്ല മിലിറ്ററി സാധനമോ അക്കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി ജാതിക്കാത്തോട്ടത്തിലേക്ക് പോയപ്പോൾ കണ്ടു, കനാലിൽ കാലിട്ടുകൊണ്ട് പാട്ടൊക്കെ പാടി അച്ഛന്മാരെല്ലാവരും കൂടി മദ്യപിക്കുന്നത്. അപ്പോഴാണ് തരുണിൻ്റെ അച്ഛൻ, ഡേ ഇവന്മാരെന്തിനും ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. അതെ, ഒളിപ്പിക്കണ്ട, ഞങ്ങൾക്കറിയാം, എറിക്ക് പറഞ്ഞു. ആരും ഒളിപ്പിക്കുന്നു? ഞങ്ങൾ ഒളിപ്പിക്കുന്നൊന്നുമില്ല. നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾക്കൊരു സാധനം തരാൻ വേണ്ടി വന്നതാ, ക്രിസ്മസ് ആയിട്ട്. സമ്മാനം തന്നില്ലല്ലോ എന്നൊരു വിഷമം, അതുകൊണ്ട് ഇന്ന് ഇത് പിടിക്കേ എന്ന് പറഞ്ഞ് ആ ബിഗ് ഷോപ്പർ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ബിയറാണോ? ഞങ്ങൾക്ക് വേണ്ട, കവറിൽ പിടിച്ചിട്ട് തരുണിൻ്റെ അച്ഛൻ പറഞ്ഞു. ആദ്യം അത് തുറന്നു നോക്ക്, എറിക്ക് പറഞ്ഞു. അച്ഛൻ അത് പുറത്തെടുത്തു. അത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ഇത് നാടനാണല്ലോ, ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. ഇതുപോലത്തെ തങ്കക്കടം പോലുള്ള മക്കളെ ആർക്കെങ്കിലും കിട്ടുമോ? എറിക്കിൻ്റെ അച്ഛൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞതെന്ന് ഓർത്തു നോക്കിക്കേ, ഇതുപോലത്തെ ഒരു മക്കളെ ആർക്കും കിട്ടരുത് എന്നാണ്. ഞാൻ മറന്നിട്ടില്ല. പോകുന്ന വഴിക്ക് എറിക്ക് വിളിച്ചു പറഞ്ഞു. മക്കളെ, ഇതെടുത്തോ എന്ന് പറഞ്ഞ് ഒരു സ്കോച്ച് കുപ്പി എടുത്ത് ഹരിയുടെ അച്ഛൻ അവർക്ക് നേരെ നീട്ടി. ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടി
എന്ന് പറഞ്ഞ് നവീൻ ചാടിത്തുള്ളിപ്പോയി ഒരു കുപ്പി വാങ്ങി. ഒരെണ്ണേ ഉള്ളൂ? ആ, ഒരെണ്ണം മതി. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം അനുവദിച്ചിരിക്കുന്നു. പിന്നെ അമ്മമാരുടെ കണ്ണി പെടണ്ട, പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാം പെണ്ണുങ്ങളുടെ കയ്യിൽ. ഓക്കെ ഡാഡി എന്ന് പറഞ്ഞ് അവർ 4 പേരും തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നു. അച്ഛന്മാരെല്ലാവരും ഫോമിലായതുകൊണ്ട് തന്നെ നല്ല നാടൻ പാട്ടും മറ്റും ഉണ്ടായിരുന്നു. അവർ ആ ക്രിസ്മസ് ഒരിക്കലും മറക്കാത്ത നല്ലൊരു ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് ആഘോഷിച്ചു. പൊന്നു ഹരിയെ നോക്കുന്നുണ്ട്, ഹരിയും നോക്കുന്നുണ്ട്. പക്ഷേ 2 പേരിലും ഒരു അകൽച്ച തോന്നുന്നത് പോലെ പൊന്നുവിന് ഹരി തന്നോട് പഴയ സ്നേഹം കാണിക്കുന്നില്ല എന്ന് പോലും തോന്നിത്തുടങ്ങി. അത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വൈകിട്ടാണ് എല്ലാവരും വാഗമണ്ണിലേക്ക് പോകുന്നത്. ആണുങ്ങളെല്ലാം മദ്യപിച്ചത് കൊണ്ട് തന്നെ ഹരി എല്ലാവർക്കും പോകാനായി ഒരു വണ്ടി ഏർപ്പാടാക്കിയിരുന്നു. അതാണ് നല്ലതെന്ന് എല്ലാവർക്കും തോന്നി. എന്നാലല്ലേ ബാക്കി അംഗം വണ്ടിയിൽ വെച്ച് നടത്താൻ പറ്റൂ. അതെ, പോകുമ്പോൾ കഴിക്കാനുള്ള കുപ്പി എന്തെങ്കിലും ഉണ്ടോ? എറിക്കിൻ്റെ അച്ഛൻ എറിക്കിനോട് ചോദിച്ചു. അപ്പച്ച എന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെക്കൊണ്ട് വേറൊന്നും മാറ്റി വിളിപ്പിക്കേണ്ട. ഉണ്ടായത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തന്നില്ലേ? അതൊക്കെ തീർന്നു. നല്ല നാടൻ സാധനമായിരുന്നു കേട്ടോ. അത് തീർന്നു. പക്ഷേ അത് കഴിച്ചിട്ടാണ് തോന്നുന്നു ഈ ഫോറിൻ കഴിക്കാൻ ഒരു സുഖം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു. ഉള്ള സുഖം മതി, അമ്മമാർ കാണണ്ട, തൂക്കിയെടുത്ത് വാഗമണ്ണി തന്നെ കളഞ്ഞിട്ട് വരും. പിന്നീട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനുള്ള തിരക്കിലേക്കായി. വണ്ടി മുറ്റത്ത് വന്നതും എല്ലാവരും പോകാനുള്ള ബാഗുമായിട്ട് വന്നു. ഇതെന്താണ്? 2-3 ദിവസത്തെ യാത്രയല്ലേ? 2-3 ദിവസം എന്തിനാ ഇത്രയും ഡ്രസ്സ് കൊണ്ടുപോകണോ? തരുൺ ഐറയുടെ പുറകിൽ വന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് പിന്നെ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും 1-2 ടീഷർട്ടും മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറണം, വൈകിട്ട് മാറണം, അങ്ങനെ 3 ദിവസം ഇടാനുള്ള ഡ്രസ്സ് വേണ്ടേ? ഐറ പറഞ്ഞു. അത് കേട്ടതും അയ്യോ, നീ വേണമെങ്കിൽ ദാ ഈ വീട്ടിലുള്ള എല്ലാം കൊണ്ടുപോയിക്കോ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് തരുൺ പോയി വണ്ടിയിൽ കയറി. അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്നും നിരഞ്ജനും ഫാമിലിയും ഇറങ്ങി. അതിന് പുറകെ തന്നെ മറ്റൊരു കാറിൽ, അതിൽ നന്ദയും റോഷനും റോഷൻ്റെ 2 അനിയന്മാരും ഉണ്ടായിരുന്നു. ഇവരും വരുന്നുണ്ടോ? വാണി ചോദിച്ചു. ഞാൻ ഊഹിച്ചു, നമ്മുടെ അമ്മമാരെല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ വരണോ? ഇഷ്ടപ്പെടാത്തതുപോലെ ശ്രദ്ധ പറഞ്ഞു. മിണ്ടാതിരിക്ക്, എല്ലാവരും കൂടി പോകാനുള്ളതല്ലേ, വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. എനിക്ക് നിരഞ്ജനെയും പിന്നെ അവൻ്റെ അമ്മയും മാത്രമേ ഇഷ്ടപ്പെടാത്തതുള്ളൂ, ബാക്കിയുള്ളവർ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ പൂജയോ? ഓ, അതിനോട് ഇനി തല്ലുകൂടിയിട്ട് കാര്യമൊന്നുമില്ല, അതാകെ ചത്ത പോലെയാ. വാണി പറഞ്ഞതും പൊന്നു അവളെ നോക്കി. നീ നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അവരും വന്നല്ലോ, എന്നാ പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും വണ്ടിയിലേക്ക് കയറി. മുത്തശ്ശി വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതാണ്. അമ്മാവനെ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞെങ്കിലും ഹരിയുടെ മുത്തശ്ശി കൂടെയുള്ളത് കൊണ്ട് നിർബന്ധിച്ച് കൂടെ കൂട്ടിയതാണ്. വണ്ടിയിലേക്ക് കയറുമ്പോൾ പൊന്നു ഹരിയെ നോക്കി. അവൻ എറിക്കിനോട് എന്തോ പറയുന്നു. അവൾ മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി. ഒരു വിൻഡോ സീറ്റിൽ കയറിയിരുന്നു. അവളുടെ അടുത്ത് തന്നെ ഐറയും വന്നിരുന്നു. അവരുടെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ വാണിയും ശ്രദ്ധയും ഇരുന്നു. അല്ല, നിങ്ങൾ 2 പേരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന? എടി, നീ മാറിയിരുന്നേ. അവിടെ ഹരിയേട്ട ഇരിക്കട്ടെ, ശ്രദ്ധ പറഞ്ഞു. ഇപ്പോൾ ഇരിക്കും, നീ നോക്കിക്കോ. അവരെല്ലാവരും കൂടി ബാക്കിലേക്ക് പോകും. നമ്മുടെ അടുത്തൊന്നും ഇരിക്കാൻ അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, ഐറ പറഞ്ഞു. നിനക്ക് ഹരിയേട്ടൻ്റെ അടുത്ത് ഇരിക്കണോ? അവൾ പൊന്നുവിനോട് ചോദിച്ചു. വേണ്ട, ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു, പൊന്നു പറഞ്ഞു. ഹരിയുടെ ഇപ്പോഴുള്ള പെരുമാറ്റം പൊന്നുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്മാർ എല്ലാവരും അവരവരുടെ ഭാര്യമാരുടെ അടുത്തിരുന്നു. ഹോ, ഈ ഇരിപ്പ് കണ്ട ഇവിടുന്ന് അവിടം വരെ ഇങ്ങനെ ഇരിക്കുമെന്നാണ് തോന്നുന്നത്. കാണാം, കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഭാര്യമാരുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നത്, ഐറ പറഞ്ഞു. ഒട്ടും കുശുമ്പില്ലല്ലേ? ഇല്ല, തീരെയില്ല. അപ്പോഴാണ് വണ്ടിയിലേക്ക് തരുണും എറിക്കും ഹരിയും നവീനും എല്ലാം കയറുന്നത്. അവരുടെ കൂടെ തന്നെ നിരഞ്ജനുമുണ്ട്. പൊന്നുവിൻ്റെ സീറ്റിൻ്റെ പുറകിലെ സീറ്റിൽ പൂജ ഇരിക്കുന്നുണ്ട്. അവിടെ നിരഞ്ജൻ ഇരിക്കാനുള്ള സീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഹരി വണ്ടിയിലേക്ക് കയറിയതും പൊന്നുവിനെ നോക്കി. പൊന്നുവിൻ്റെ അടുത്ത് ഐറയെ കണ്ടതും അവനൊന്ന് ചിരിച്ചു. ഹരിയേട്ടാ, ഇവിടെ ഇരിക്കുന്നോ? ഞാൻ മാറിത്തരണോ? ഐറ ചോദിച്ചു. വേണ്ട വേണ്ട, അവിടെ ഇരുന്നോ, ഹരി പറഞ്ഞു. അങ്ങനെ ആണുങ്ങളെല്ലാവരും കൂടി പുറകിലേക്ക് പോയി. പൂജയുടെ സീറ്റിൽ നിരഞ്ജൻ ഇരിക്കാതെ അവനും ഏറ്റവും പുറകിലെ സീറ്റിലേക്ക് പോയി. പൂജയുടെ സീറ്റിൽ നന്ദന വന്നിരുന്നു. അങ്ങനെ അവർ വാഗമണിലേക്ക് യാത്രയാവുകയാണ്. ആ വണ്ടിയിൽ ഏറ്റവും എനർജറ്റിക്കായിട്ട് അച്ഛന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ സീറ്റിൽ നിന്നും ഐറ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റു. പിന്നെ പാട്ടും ഡാൻസും ഒക്കെയായി എല്ലാവരും ആ യാത്ര ആസ്വദിച്ചു. എന്നാൽ പൊന്നുവിൻ്റെ മനസ്സിൽ ഹരി തന്നെയായിരുന്നു.
പൊന്നുവിൻ്റെ മനസ്സിൽ വിവാഹത്തിൻ്റെ തലേദിവസം പറഞ്ഞ കാര്യം ഓർമ്മയിലേക്ക് വന്നു. നാളെ നമ്മുടെ വിവാഹം നടക്കും, പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിരിക്കില്ല എന്ന് പറഞ്ഞത് അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടായിരിക്കും ഹരി ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. പക്ഷേ വിവാഹം കഴിഞ്ഞ അന്ന് താൻ തൻ്റെ മനസ്സിലുള്ള ഫീലിംഗ് എല്ലാം ആ സമയം പറഞ്ഞതാണ്. എന്നിട്ടും ഇങ്ങനെയൊരു അകൽച്ച. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ പുറകിലേക്ക് നോക്കി. അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നീണ്ട ഒരു യാത്രയ്ക്കൊടുവിൽ അവർ രാത്രിയോടെ വാഗമണ്ണിലെത്തി. പോകുന്ന വഴിക്ക് രാത്രി ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. 9:30 മണിയോടെയാണ് അവർ വാഗമണ്ണിലെത്തിയത്. ഹരി അവർക്കായി അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു. ക്രിസ്മസിൻ്റെ തിരക്കുകൾ ഉണ്ടെങ്കിലും അവൻ്റെ ഫ്രണ്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും വേണ്ടി കേരളത്തിലെ ആദ്യത്തെ പരീക്ഷണാത്മകമായ ജിയോഡെസ്ക് ഡോംസാണ് ഹരി എല്ലാവർക്കുമായി ബുക്ക് ചെയ്തത്. ലക്ഷറി പ്രീമിയം കാറ്റഗറിയിലുള്ള ഡോമുകളാണ് അവൻ ബുക്ക് ചെയ്തത്. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വേഗം ഡോമിലേക്ക് പോയി. പൊന്നുവിന് ഹരിയുടെ ഒപ്പം പോകാൻ ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. അതിന് കാരണം ഹരിയുടെ ഈ അകൽച്ച തന്നെയായിരുന്നു. അവൾ വാണിയുടെയും ശ്രദ്ധയുടെയും കൂടെ കൂടാമെന്ന് കരുതിയെങ്കിലും അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഹരിയുടെ ഒപ്പം ഡോമിലേക്ക് പോകേണ്ടി വന്നു. ഡോമിൻ്റെ ഭംഗി ആ രാത്രിയിൽ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അതിലേക്ക് കയറി ചെന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഡോമിൽ കയറിയതും പൊന്നു നേരെ വാഷ്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു. ഹരി പുറത്ത് ബാൽക്കണിയിൽ വന്ന് കാഴ്ചകൾ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പൊന്നു ഒന്നും മിണ്ടാതെ ബെഡിൽ വന്നിരുന്നു. അവൾ അത് ചുറ്റും നോക്കി കാണുകയായിരുന്നു. വൈറ്റ് കർട്ടനുകളാണ് ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. TV, കിങ് സൈസ് ബെഡ്. രാത്രിയായതുകൊണ്ട് തന്നെ പുറം കാഴ്ചകൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഫോൺ എടുത്ത് കുറച്ചു നേരം നോക്കിയിരുന്നു. അപ്പോഴും ഹരി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ബാൽക്കണിയിലേക്ക് പോയി നോക്കി. ബാൽക്കണിയുടെ ചെയറിൽ ഇരിക്കുന്നുണ്ട് ഹരി. പുറമേയുള്ള കോടമഞ്ഞ്, അതിനിടയിലൂടെ കാണുന്ന ലൈറ്റുകളുടെ ചെറിയൊരു പ്രകാശം, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹരി. ഹരിയേട്ടാ, കിടക്കുന്നില്ലേ? അങ്ങോട്ട് ചെന്നുകൊണ്ട് പൊന്നു ചോദിച്ചു. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവൻ അവളെ നോക്കിയത്. ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അവൾ ഫ്രഷായി വന്നതാണെന്ന് അവന് മനസ്സിലായി. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പൊന്നു കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോയി. അവളുടെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തോ ഒറ്റപ്പെട്ടതുപോലെ ഒരു തോന്നൽ. അവൾ ചെന്ന് ബെഡിലേക്ക് കിടന്നു. ഇത്രയും നാളും എന്ത് സ്നേഹമായിരുന്നു. ഇപ്പോൾ ആ സ്നേഹം എവിടെ പോയി ഹരിയേട്ടാ? സ്വന്തമാകുന്നത് വരെ ഉണ്ടായിരുന്നുള്ളോ ആ സ്നേഹം? സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും പറഞ്ഞ ആ സ്നേഹം എല്ലാം ഇല്ലാതായോ? അവൾ ആലോചിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴാണ് ഹരി റൂമിലേക്ക് വന്നത്. അത് കണ്ടതും അവൾ വേഗം കണ്ണുകൾ തുടച്ചു. കണ്ണുകൾ അടച്ചു കിടന്നു. അടുത്ത് ഹരി വന്ന് കിടക്കുന്നത് അവൾ അറിഞ്ഞു. പക്ഷേ അവൾ എന്തുകൊണ്ടോ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റതും യാത്രയുടെ ക്ഷീണം കൂടിയായപ്പോൾ അവൾ പെട്ടെന്ന് ഉറങ്ങി. പൊന്നു കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹരി അടുത്ത് കിടക്കുന്നുണ്ട്. അവൾ കുറച്ചുനേരം ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ അപ്പോൾ ഒന്നും വരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഹരിയോട് തോന്നുന്ന വികാരം എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അവൾ ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞ് സൈഡ് ടേബിളിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു നോക്കി. സമയം 2 മണി. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പുറത്തുള്ള ചെയറിൽ വന്നിരുന്നു. പുറത്ത് മൂടൽ മഞ്ഞ്, കുഞ്ഞു കുഞ്ഞു ബൾബുകളുടെ പ്രകാശം, ആകാശമെല്ലാം നോക്കി അവൾ അങ്ങനെ ഇരുന്നു. അവളുടെ കയ്യിലെ ഫോണിൽ അവൾ ചെറിയ രീതിയിൽ ലൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്തു. മനസ്സ് ശാന്തമാകുന്നത് പോലെ അവൾ കണ്ണുകൾ അടച്ച് ചെയറിൽ ചാരിയിരുന്നു. പാട്ടുകൾ കേട്ട് അവൾ കണ്ണുകൾ അടച്ച് അങ്ങനെ തന്നെ ഇരുന്നു. രാവിലെ ഹരി എഴുന്നേൽക്കുമ്പോൾ അടുത്ത് പൊന്നുവിനെ കണ്ടില്ല. അവൻ വാഷ്റൂമിലുണ്ടാകും അവളെന്ന് കരുതി കുറച്ചു നേരം ബെഡിൽ തന്നെ ഇരുന്നു. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഡോമിൻ്റെ വാതിൽ കുറച്ച് തുറന്നു കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു ചെയറിൽ ചാരിയിരുന്ന് കാല് ചെറിയ ടേബിളിലേക്ക് വെച്ച് കിടക്കുന്ന പൊന്നുവിനെ. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അടുത്തുനിന്ന് ലൈറ്റായിട്ടുള്ള റൊമാൻറ്റിക് പാട്ടുകൾ കേൾക്കുന്നത്. അവൻ അവളുടെ അടുത്ത് ചെന്ന് നോക്കി. നല്ല തണുപ്പാണ്. അവളുടെ ശരീരം തൊട്ടു നോക്കിയപ്പോൾ തണുത്ത് കിടക്കുന്നു. അവൻ അവളെ 2 കൈകൾ കൊണ്ടും കോരിയെടുത്ത് ഡോമിനുള്ളിലേക്ക് നടന്നു. ബെഡിൽ കിടത്തി പുതപ്പിച്ച് കൊടുത്തു. ഫ്രഷായി പുറത്തേക്ക് വന്നു. ഡോമിനുള്ളിൽ നിന്ന് തന്നെ അവൻ ഒരു കോഫി ഇട്ടു. പിന്നീട് എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു ട്രക്കിങ്ങും എല്ലാമായി ഹരിയും തരുണും എറിക്ക്, നവീൻ, അവരുടെ കൂട്ടത്തിൽ നിരഞ്ജൻ, റോഷൻ, അവൻ്റെ സഹോദരന്മാരും കൂടി. എല്ലാം കഴിഞ്ഞ് അവർ വരുമ്പോൾ പെൺപടകളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി പോവുകയായിരുന്നു.
അച്ഛന്മാരും അമ്മമാരും മുത്തശ്ശിയും എല്ലാവരും കൂടി. അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും നടന്നു കാണുമ്പോഴെല്ലാം പൊന്നു ഇടയ്ക്കിടെ ഹരിയെ നോക്കുന്നുണ്ട്. എന്നാൽ ഹരി അവളെ നോക്കുന്നില്ല എന്നത് അവൾ ശ്രദ്ധിച്ചു. കുഞ്ഞു വേദന മനസ്സിൽ തോന്നിയെങ്കിലും അവൾ വാണിയുടെയും ശ്രദ്ധയുടെയും കൈ പിടിച്ചു. അപ്പോഴാണ് നവീൻ ശ്രദ്ധയെ നോക്കുന്നത് അവൾ കാണുന്നത്. അവരുടെ കൂടെ നടക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാണോ എന്ന് തോന്നിയ പൊന്നു അവിടെ നിന്നും പതിയെ പിന്നിലേക്ക് വലിഞ്ഞു. അവൾ ഹരിയുടെ മുത്തശ്ശിയുടെയും പൊന്നുവിൻ്റെ മുത്തശ്ശിയുടെയും കൂടെ കൂടി. അവർ ഏറ്റവും പിന്നിലാണ് നടന്നത്. രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ക്ഷീണമുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്തു പറ്റി പൊന്നുകുട്ടി, ഇങ്ങനെ ഒറ്റയ്ക്ക് ക്ഷീണിച്ചോ? മുത്തശ്ശി ചോദിച്ചു. കാല് വേദനിക്കുന്നു, അവൾ പറഞ്ഞു. ദാ എന്ന് അവിടെ ഇരിക്കാം എന്ന് ഹരിയുടെ മുത്തശ്ശി പറഞ്ഞതും രണ്ട് മുത്തശ്ശിമാരുടെയും കൂടെ ഒരു പാറമേൽ പോയി ഇരുന്നു. അവൾ കണ്ടു മുന്നിലേക്ക് നടന്നു പോകുന്ന അവളുടെ കൂട്ടുകാരികളെയും ഹരിയെയും എല്ലാം. പക്ഷെ ഇപ്പോൾ മനസ്സിൽ വേദനയൊന്നുമില്ല. എന്തോ മനസ്സ് ബ്ലാങ്കായി ഇരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ മടിയിലേക്ക് കിടന്നു. എന്തുപറ്റി, നല്ല ക്ഷീണമുണ്ടോടാ? മുത്തശ്ശി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. രണ്ട് മുത്തശ്ശിമാരുടെയും നടുക്കിരുന്നാണ് അവൾ കിടന്നത്. അതുകൊണ്ട് രണ്ടുപേരും തലയിൽ തലോടുന്നുണ്ട്. അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ അത് ശ്രദ്ധിച്ചില്ല. എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞു. മുത്തശ്ശി തട്ടി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. പോയവരെല്ലാം തിരിച്ചു വന്നു. നമുക്ക് റൂമിലേക്ക് പോകാം, ഇനി മോള് അവിടെ പോയി കിടന്നുറങ്ങിയാൽ മതി. അവൾ എഴുന്നേറ്റപ്പോഴാണ് തിരിച്ച് ഇറങ്ങി വരുന്ന എല്ലാവരെയും അവൾ കണ്ടത്. അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഉണ്ട്. ശ്രദ്ധ നവീൻ ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വാണി എരിക്കേട്ടൻ്റെയും. തരുണേട്ടൻ ഐറയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചിട്ടുണ്ട്. നിരഞ്ജൻ റോഷൻ ചേട്ടൻ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴാണ് പുറകിൽ റോഷൻ ചേട്ടൻ്റെ അനിയൻ രോഹൻ ചേട്ടൻ്റെ കൂടെ വരുന്ന ഹരിയെ അവൾ കാണുന്നത്. പൂജയും നന്ദചേച്ചിയും ഒരുമിച്ചാണ് വരുന്നത്. എന്തുപറ്റി പൊന്നൂട്ടി, നീ വരാതിരുന്നത്? അവളുടെ അടുത്ത് വന്നതും അമ്മ ചോദിച്ചു. ആള് നല്ല ഉറക്കായിരുന്നു, മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ബാക്കി ഉറക്കം നമുക്ക് റൂമിൽ പോയിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മുത്തശ്ശിമാരും എഴുന്നേറ്റു. അവർ അവരുടെ ഒപ്പം തന്നെ നടന്നു. ഹരിയെ അവൾ പിന്നെ നോക്കാനേ പോയില്ല. എല്ലാവരും റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് പോയി. എന്നാൽ പൊന്നു അമ്മയുടെയും അച്ഛൻ്റെയും റൂമിലേക്കാണ് പോയത്. അവിടെയാണ് മുത്തശ്ശി. എന്താ പൊന്നു ഇങ്ങോട്ട് വന്നേ? ഹരി എവിടെ? മുത്തശ്ശി ചോദിച്ചു. അത് കണ്ടില്ല, ഹരിയേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോയി, അവൾ പറഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് കയറി കിടന്നു. ഈ പെണ്ണിന് അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ ഉറക്കം മാത്രമേ ഉള്ളൂ? ഉറങ്ങാനായിട്ടാണോടാ നീ ഇങ്ങോട്ട് വന്നേ? അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ തിരിഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിലേക്ക് കയറി. അമ്മയുടെ മടിയിൽ കിടന്ന് വീണ്ടും അവൾ ഉറക്കം പിടിച്ചു. ഇതേ സമയം ഹരി ഡോമിലേക്ക് കയറി ചെന്നപ്പോൾ റൂമിൽ അവളെ കണ്ടില്ല. അവൻ ചുറ്റും അന്വേഷിച്ചു. അവളെ കാണാതായപ്പോൾ ചെറിയൊരു പേടി തോന്നിയെങ്കിലും അവൻ നവീനെ വിളിച്ചു. എടാ, ഈ പൊന്നുവിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. നിങ്ങളെവിടെയാ? ഹരി ചോദിച്ചു. ദേ, ഞങ്ങൾ പൂളിലുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ ഇങ്ങോട്ട് വാ, നവീൻ വിളിച്ചു. ഞാൻ വരാടാ, പൊന്നു അമ്മയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ടു എന്ന് അവിടെ നിന്നും എറിക്ക് വിളിച്ചു പറയുന്നത് ഹരി കേട്ടു. ഹരി വേഗം പൊന്നുവിൻ്റെ അമ്മയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ മുത്തശ്ശിയുടെയും അമ്മയുടെയും ഇടയിൽ കിടക്കുന്ന അവളെ അവൻ കണ്ടു. അമ്മ എന്തൊരു ബുക്ക് വായിക്കുന്നുണ്ട്. മുത്തശ്ശി ഉറങ്ങി. അമ്മയോട് ചേർന്ന് മടിയിൽ തലവെച്ചാണ് അവൾ കിടക്കുന്നത്. ഹരിയെ കണ്ടതും മോളെ അന്വേഷിച്ചു വന്നതാണോ? മോൾ ഉറങ്ങിയല്ലോ, അമ്മ പറഞ്ഞു. ഇല്ല, ഞാൻ അവിടെ കാണാതായപ്പോൾ വന്നതാണ്. ഉറങ്ങിക്കോട്ടെ, ഞങ്ങളെല്ലാവരും പൂളിലുണ്ട് എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്നും വേഗം പോയി. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് എല്ലാവരും കൂടി ക്യാമ്പ് ഫയർ, ഡിന്നർ എല്ലാം കൊണ്ടും ആഘോഷിച്ചു. നിരഞ്ജൻ എന്നാൽ ഇതിനിടയ്ക്ക് പൊന്നുവിനെയും ഹരിയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹരിയും പൊന്നുവും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് തോന്നി. അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ചെറിയൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവർ തമ്മിൽ നല്ല അകൽച്ചയിലാണ് എന്ന് അവന് മനസ്സിലായി. പൊന്നു ഹരിയുടെ അടുത്ത് നിന്ന് മാറി നടക്കുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചു. വൈകിട്ട് ചായ കുടിക്കാൻ നേരത്തും പൊന്നു അമ്മയുടെ അടുത്തു നിന്ന് ഇറങ്ങി വരുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചിരുന്നു. ഡിന്നർ കഴിക്കാൻ നേരത്തും അവൾ മുത്തശ്ശിയുടെയും അമ്മയുടെയും കൂടെ തന്നെയായിരുന്നു. ബാക്കിയുള്ളവർ അവരുടെ പാർട്ട്നേഴ്സുമായി ചേർന്ന് ഡാൻസ് ചെയ്യുമ്പോഴെല്ലാം നിരഞ്ജൻ പൊന്നുവിനെ ശ്രദ്ധിച്ചു. അവൾ അപ്പോഴും അമ്മയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അതെല്ലാം നോക്കിയിരിക്കുന്നത് അവൻ കണ്ടു. പൂജ ഇതെല്ലാം നിരഞ്ജൻ ശ്രദ്ധിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. പൂജയ്ക്കും പൊന്നുവും ഹരിയും തമ്മിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ഹരിയും പൊന്നും അല്ല ഇപ്പോൾ എന്ന് അവൾക്ക് തോന്നി. അന്നൊക്കെ രണ്ടുപേരും എന്ത് സ്നേഹത്തിലായിരുന്നു. ഹരി വിടാതെ പുറകെ കൂടുമായിരുന്നു. ഒരു സമയം പോലും അവൻ വായടച്ച് നിൽക്കില്ല.
എപ്പോഴും അവളോട് സംസാരിച്ചു കൊണ്ട് നടന്ന ഹരി ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത് പോലും കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടോ പൂജയുടെ മനസ്സിൽ ടെൻഷൻ തോന്നി തുടങ്ങി. നിരഞ്ജൻ ഇത് മുതലാക്കുമെന്ന് അവൾക്ക് തോന്നി. എന്തായാലും പൊന്നുവിനെ കണ്ട് സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. നാളെ തന്നെ സംസാരിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഡോമിലേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ ഹരി ഫ്രഷായി വാഷ്റൂമിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റൊരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഹരി അവൾ പോകുന്നത് നോക്കി. അവൻ TV വെച്ച് അവിടെയുള്ള ചെയറിൽ ഇരുന്നു. അവൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നു വാഷ്റൂമിൽ നിന്നും ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ടും അവൾ അവനെ നോക്കാതെ ടേബിളിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. ഒരു ടാബ്ലറ്റ് പൊട്ടിച്ച് അവൾ എടുക്കുന്നത് ഹരി കണ്ടു. ഹരി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാ പൊന്നു ടാബ്ലറ്റ് കഴിക്കുന്നത്? അവൻ ചോദിച്ചു. അത് എനിക്ക് നല്ല തലവേദനയുണ്ട്, അവൾ പറഞ്ഞു. തലവേദന വരുമ്പോഴൊന്നും ടാബ്ലറ്റ് കഴിക്കണ്ട, അത് കൊള്ളില്ല. ഞാൻ ചൂട് കോഫി ഇട്ട് തരാം, അവൻ പറഞ്ഞു. വേണ്ട, എനിക്ക് മെഡിസിൻ കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി, അവൾ പറഞ്ഞു. അപ്പോഴാണ് ആ മെഡിസിൻ്റെ കവർ അവൻ കാണുന്നത്. അവൻ അതൊന്ന് എടുത്തു നോക്കി. അത് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത് സ്ലീപ്പിംഗ് പിൽസ് അല്ലേ? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ആ മെഡിസിൻ വായിലേക്ക് ഇടാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ പൊന്നു? ഇത് സ്ലീപ്പിംഗ് പിൽസ് അല്ലേ? അവൻ്റെ ചോദ്യത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. അതെ, അവൾ പറഞ്ഞു. ഇതെന്തിനാ നീ കഴിക്കുന്നത്? അവൻ അല്പം ഗൗരവത്തിൽ തന്നെ അവളോട് ചോദിച്ചു. അത് ഇന്ന് ഒരുപാട് സമയം ഞാൻ ഉറങ്ങി, ഇനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മുത്തശ്ശിക്ക് മെഡിസിൻ കൊടുത്തപ്പോൾ അതിൽ നിന്നും ഒരെണ്ണം എടുത്തതാണ്. മുത്തശ്ശിക്ക് രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ട് ഡോക്ടർ കൊടുത്തതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല, അവൾ പറഞ്ഞുകൊണ്ട് ഹരി പിടിച്ച കൈ മാറ്റാൻ ശ്രമിച്ചു. മെഡിസിൻ കഴിക്കാതെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നീ ഉറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ആ മെഡിസിൻ വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും പൊന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വേർപ്പെടുത്തിക്കൊണ്ട് ബെഡിൽ വന്ന് കിടന്നു. ഒന്നും മിണ്ടാതെ അവൾ പോകുന്നത് കണ്ടതും ഹരിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി. ഹരി അവളുടെ അടുത്തേക്ക് ചെന്നു. പൊന്നു, അവൻ വിളിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തന്നെ കിടന്നു. പൊന്നു, വീണ്ടും അവൻ വിളിച്ചു. എന്താ ഹരിയേട്ടാ? അവൾ ചോദിച്ചു. നീ എഴുന്നേക്ക്, അവൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റിരുന്നു. എന്താ? അവൾ ചോദിച്ചു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവർ കൊണ്ടുവന്ന ബാഗിനടുത്തേക്ക് ചെന്നു. ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. 10 മിനിറ്റ് സമയം തരും, വേഗം ഈ ഡ്രസ്സ് ഇട്ടിട്ട് വാ, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നോക്കി നിൽക്കാനല്ല പറഞ്ഞത്, പോയി റെഡിയായിട്ട് വാ, അവൻ പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ ആ കവറുമായി വാഷ്റൂമിലേക്ക് കയറി. വാഷ്റൂമിൽ ചെന്ന് ആ കവർ തുറന്നതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഇതേ സമയം ഹരി റൂമിൽ നിന്നും വേഗം സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. കുളിച്ച് റൂമിലേക്ക് വന്നു. അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് പൊന്നു പുറത്തേക്കിറങ്ങിയത്. തിരിഞ്ഞു നോക്കിയ അവൻ അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആ നിമിഷം അവൻ്റെ കയ്യിലെ ഫോണിലൂടെ മനോഹരമായ ഒരു പാട്ട് പ്ലേ ചെയ്തു. എൻ്റെ സിന്ദൂരരേഖയിലെങ്ങോ ഒരു ജീവൻ്റെ സ്നേഹവിലാപം പിടയുന്ന മായാവീണുവിൽ പ്രിയ സന്ധ്യ കീഴും നൊമ്പരം ദൂരെ ദൂരെ. അവൻ ഫോൺ ടേബിളിലേക്ക് വെച്ച് അവളുടെ അടുത്തേക്ക് വന്നു. വൈറ്റ് കളർ മനോഹരമായ ഡിസൈനർ സാരിയായിരുന്നു അവൾ ഭംഗിയെ ഉടുത്തിരിക്കുന്നു. അപ്പോഴാണ് അവളും അവനെ നോക്കിയത്. വൈറ്റ് ഷർട്ടും പാൻറ്റുമാണ് അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടിട്ടില്ല, ബട്ടണുകളെല്ലാം തുറന്നു കിടക്കുന്നു. അതിലൂടെ അവൻ്റെ ഉറച്ച ശരീരം ഭംഗിയായി കാണാൻ പറ്റും. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തെത്തിയതും രണ്ടുപേരും പരസ്പരം നോക്കി. മുറിയിലൂടെ കേൾക്കുന്ന ആ പാട്ടും അപ്പോഴുള്ള അവളുടെ ആ രൂപവും അവൻ മതിമറന്ന് അവളെ നോക്കി നിന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്തുകൊണ്ടോ ആ സമയം അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ടു. തുറന്നു കിടക്കുന്ന ഷർട്ടിൻ്റെ ഭാഗത്തൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് തന്നെ നിന്നു. അവളുടെ കണ്ണുകൾ എന്തുകൊണ്ടോ ആ സമയം നിറയുന്നുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് ഹരിയുടെയും പൊന്നുവിൻ്റെയും
നല്ല മനോഹരമായ പ്രണയ നിമിഷങ്ങളായിരിക്കും. എല്ലാവരുടെയും പരിഭവങ്ങളും പരാതികളും തീർത്തുകൊണ്ട് ഹരിയും പൊന്നുവും ഇനി അവരുടെ ലോകത്തേക്ക്, അവരുടെ പ്രണയ നിമിഷങ്ങളിലേക്ക്. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ.